എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ തന്നെ കബഡി വെച്ച് പ്രശ്നങ്ങൾ നോക്കി പറഞ്ഞു തരുന്നതായിരിക്കും. 2026 അപ്പോൾ 2026 പൂയം നക്ഷത്രം. അപ്പോൾ ഈ നക്ഷത്ര ഫലമൊക്കെ ആയിട്ട് വരുന്നത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് പല യൂട്യൂബിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളാണ് 2026 പൂയം നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നത്. അപ്പം വലിച്ചു നീട്ടാതെ ശരിയായ കാര്യം മാത്രമാണ് നടക്കാൻ പോകുന്നതും നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജ്യോതിശാസ്ത്രം അനുസരിച്ച് ഒരു ആനയുടെയും മനുഷ്യൻ്റെ ആയുസ് 120 വർഷമാണ്. അതായത് 9 ഗ്രഹങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മുടെ ആയുസ്സും കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നത്. അപ്പം നമ്മുടെ ജാതകത്തിൽ 9 ഗ്രഹങ്ങൾക്ക് ബലമില്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് സമയദോഷങ്ങളും കാര്യങ്ങളൊക്കെ ബാധിക്കും. പിന്നെ ഒരു ഈശ്വര അനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാകത്തില്ല. അത് നമ്മൾ പറയാറില്ല, കണ്ണി കൊള്ളേണ്ടത് പിരികത്ത് കൊണ്ട് മാറിപ്പോയെന്ന്. അപ്പോൾ ദൈവാനുഗ്രഹം ഉള്ള വ്യക്തികളെ ഈ ജാതകത്തിലെ കൂടുതലായിട്ടുള്ള ദോഷങ്ങളും കാര്യങ്ങളും ഒന്നും ബാധിക്കത്തില്ല. നമ്മുടെ ഗ്രഹങ്ങൾക്ക് ബലമുള്ള പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഗ്രഹങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഈ മുന്നോട്ട് പോകുന്നത്, 9 ഗ്രഹങ്ങൾ. അപ്പോൾ 2026 പൂയം നക്ഷത്രക്കാരുടെ എന്ത് ഫലം തന്നെയാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ നിങ്ങളെ രക്ഷിക്കും. പിന്നെ ആര് എന്ത് പറഞ്ഞാലും നമ്മുടെ യുക്തിബോധം കൊണ്ട് നമ്മൾ 10 മിനിറ്റ് ചിന്തിക്കണം. ഇവർ പറയുന്ന എത്രത്തോളം ശരിയുണ്ട്, തെറ്റാണോ ശരിയാണോ, നമ്മുടെ ബോധം കൊണ്ട് നമ്മൾ ചിന്തിക്കണം. പൂയം നക്ഷത്രക്കാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, 2026 നിങ്ങൾ ജോലിക്ക് പോകാതെ നിങ്ങൾക്ക് പൈസ കിട്ടില്ല. അസുഖം വന്നാൽ ആശുപത്രിയിൽ പോവുക. അന്ധപരമായ വിശ്വാസങ്ങളിലേക്ക് പോകാതിരിക്കുക. ഒരു ഉദാഹരണത്തിന് ബാധ മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. അസുഖങ്ങൾ കൂടുതലായി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മന്ത്രം കൊണ്ടൊന്നും അസുഖം മാറത്തില്ല. അതുപോലെ നല്ല ഡോക്ടേഴ്സിനെ കാണിക്കണം. അതുപോലെ തന്നെ സാമ്പത്തികം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ലപോലെ ജോലിക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് സാമ്പത്തികം കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള നെഗറ്റീവ്പരമായ തടസ്സങ്ങളും കാര്യങ്ങൾക്കും വേണ്ടിയാണ് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം എന്നെ ഒത്തിരി കോളുകൾ വരുന്നുണ്ട്. അതായത് മിക്കവരെയും വിളിക്കുന്നത് മോക്ഷണം മുതൽ പോയാൽ തിരിച്ച് കിട്ടുമെന്ന്. നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ഏത് കാര്യം നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിക്കാൻ നമ്മൾ ആദ്യമേ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കേണ്ടതാണ്, അത്യാവശ്യമാണ്. അല്ലാതെ ഈ പൂജയിലൂടെ ഒരിക്കലും അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ പോലീസിൽ പരാതി കൊടുക്കുകയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എടുത്തു വരാൻ കാരണം മിക്ക ആൾക്കാരും യുക്തി കൊണ്ട് ബുദ്ധിയില്ലാതെയാണ് മിക്ക ആൾക്കാരും ചിന്തിച്ചെടുക്കുന്നത്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുക. അതേപോലെ തന്നെ പിന്നെ നമുക്ക് അത് എന്താ പറയുക, ആ പോയ സാധനം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രത്തിലെ ഗണപതി ഹോമം നടത്താം. അതേപോലെ തന്നെ നമുക്ക് ഗുരുതി കൊണ്ട്, അതായത് ചെത്തിപ്പ് കൊണ്ട് അർച്ചന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ബാക്കി നമ്മൾ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അത് ഞാൻ ഈ വീഡിയോയിലൂടെ ഭക്തജനങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കാൻ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ പൂയം നക്ഷത്രം 2026 ഇവർക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്കിന്ന് സംബന്ധമായ അസുഖങ്ങൾ വരാനിടയുണ്ട് പൂയം നക്ഷത്രക്കാർക്ക്. അതായത് നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് ചൊറിച്ചൽ അനുഭവപ്പെടുക, അതായത് സ്കിന്ന് സംബന്ധമായ രോഗങ്ങൾ മാറാതിരിക്കുക. നമ്മൾ 2-3 തവണ ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ മരുന്ന് ഓയിൽമെൻറ്റൊക്കെ കഴിക്കുന്നത് വീണ്ടും കുറയും, വീണ്ടും മറന്ന്, അങ്ങനെ ഈ രാഹുകേതുക്കളുടെ വിഷയങ്ങൾ കൊണ്ട് സ്കിന്ന് സംബന്ധമായ അസുഖങ്ങൾ പൂയം നക്ഷത്രക്കാർക്ക് വന്നു ഭവിക്കുക. അത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കുക. ഒപ്പം തന്നെ ഇതിന് പരിഹാരമായിട്ട് വിശ്വാസപ്രകാരം അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ സർപ്പങ്ങൾക്ക് എണ്ണ കൊടുക്കുക. ആയില്യ നാളിൽ മഞ്ഞപ്പൊടിയും നമ്മുടെ പേർക്ക് ആയില്യ പൂജ നടത്തുന്നത് വളരെ അധികം ഉത്തമമാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ദോഷപരമായിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. പൂയം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, 2026 പണസംബന്ധപരമായ കാര്യങ്ങൾ ആർക്കും കൊടുക്കരുത്. കടം മേടിക്കുക, കടം കൊടുക്കുക, അതായത് ജാമ്യം പോലുള്ള കാര്യങ്ങൾ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ നിന്ന് കൊടുക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയായിരിക്കും 2026 നിങ്ങളുടെ ആദ്യത്തെ ശത്രു. പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പൂയം നക്ഷത്രക്കാർക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ടാകും. അതായത് 2025 നഷ്ടപ്പെട്ടു പോയ കൂട്ടുകാരുകൾ, അതായത് ലോൺ വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് വീട് പണിക്കൊക്കെ ലോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂയം നക്ഷത്രക്കാർക്ക് 2026 ലോണുകളും കാര്യങ്ങളൊക്കെ മാറും. ഏകദേശം ഇവരുടെ കടബാധ്യതകൾ മാറിക്കിട്ടും. അതായത് ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തടസ്സങ്ങളില്ലാതെ 2026 നടത്തും. വീട് പണിയൊക്കെ വെച്ചിട്ട് പൂർത്തീകരിക്കാത്ത പൂയം നക്ഷത്രക്കാർ പല സ്ഥലത്തിൽ നിന്നും ചോദിച്ച പൈസകളൊക്കെ വന്നു ചേരും. അച്ഛൻ വഴി അമ്മ വഴി സ്വത്തുകളും കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ തിരികെ കിട്ടും. അതേപോലെ തന്നെ ജ്യേഷ്ഠന്മാർ, അനിയത്തിമാർ, സഹോദരന്മാർ ഇവരിൽ നിന്ന് സഹായങ്ങൾ നമുക്ക് കൂടുതലായി കിട്ടും. ഇപ്പോൾ നമ്മളൊരു വാഹനം മേടിക്കുമെന്ന് വിചാരിക്കട്ടെ, അപ്പോൾ നമ്മുടെ ഈ പൈസ ഇല്ല, എന്നാ നീ കാറ് മേടിക്കണേ, ബൈക്കിന് ഞാൻ കുറച്ച് പൈസ എന്ന സഹായം, അങ്ങനെ നാലാ ദിക്കിൽ നിന്ന് നമുക്ക് സഹായങ്ങൾ പൂയം നക്ഷത്രക്കാർക്ക് തേടി വരും. ഇവർക്ക് എപ്പോഴും ദുഃഖങ്ങൾ മാറി സന്തോഷങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷവും കൂടെ ആയിരിക്കും 2026. അതായത് കഴിഞ്ഞു പോയ സുഹൃത്തുക്കളൊക്കെ പിണങ്ങിപ്പോയവരൊക്കെ 2026 തിരിച്ചു വരും. മറ്റുള്ളവരുടെ ആദരവ് കിട്ടും. അതായത് നമ്മൾ എവിടെ പോയാലും നേരത്തെ നമ്മളെ പുച്ഛിച്ച ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് ഗമയോടുകൂടി നമുക്ക് അവരുടെ മുമ്പിൽ നടക്കാൻ പറ്റും. കഴിഞ്ഞു പോയ എല്ലാ തടസ്സങ്ങളും മാറി 2026 നല്ല നല്ല കാര്യങ്ങൾ പൂയം നക്ഷത്രക്കാരെ കയറി വരും. പിണങ്ങിപ്പോയ കൂട്ടുകാരൊക്കെ വരും. അതുപോലെ തന്നെ സാമ്പത്തിക ലാഭം ഉണ്ടാകും. ജോലിക്ക് പോകുന്ന അനുസരിച്ച് നഷ്ടങ്ങൾ വരാതെ സാമ്പത്തിക ലാഭം ഉണ്ടാകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വയറ് സംബന്ധമായ അസുഖങ്ങൾ അകറ്റാനിടയുണ്ട്. ഗ്യാസ് വരിക, അതായത് പൈൽസ് സംബന്ധമായ അസുഖം, അൾസർ, അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥയിലുണ്ടാകുന്ന പനി, തുമ്മൽ, ഇങ്ങനെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്, ഡോക്ടറുടെ സഹായം നേടുക. ആരോഗ്യ പ്രശ്നങ്ങൾ മാറാൻ വിശ്വാസപ്രകാരം നമ്മൾ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ഒരു വർഷക്കാലം പൂയം നക്ഷത്രക്കാർ നവഗ്രഹ അർച്ചന നടത്തുക ചൊവ്വാഴ്ച ദിവസം. അതുപോലെ തന്നെ പൂയം നക്ഷത്രക്കാർക്ക് ഈ ജാതകത്തിലെ തടസ്സങ്ങൾ മാറാൻ പ്രീതിപ്പെടുത്തേണ്ട ദേവത സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യന് വയസ്സനുസരിച്ച് എല്ലാ പൂയത്തിൻ്റെ അന്നും നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് ആ വയസ്സനുസരിച്ച് നാരങ്ങമാല ഭഗവാന് ചേർത്തുക. അതുപോലെ തന്നെ വിവാഹം മുടങ്ങി നിൽക്കുന്ന പൂയം നക്ഷത്രക്കാർ 2026, അതായത് ചിങ്ങമാസത്തോടുകൂടി വിവാഹ കാര്യങ്ങൾ നടത്തും. വിദേശത്ത് പോകുന്നവർക്കൊക്കെ നല്ല നല്ല സമയങ്ങളാണ്. ജോലിയിൽ പുരോഗതികൾ ഉണ്ടാകും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം പൂയം നക്ഷത്രക്കാർക്ക് നല്ല നല്ല രീതിയിൽ നടക്കാൻ പറ്റും. അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കങ്ങളുണ്ടെങ്കിൽ ആ പിണക്കമൊക്കെ മാറി ഒന്നാകും. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങൾക്ക് നല്ല ഉയർച്ച കിട്ടും. അതുപോലെ സർക്കാർ തലത്തിലുള്ളവർക്ക് ഉയർന്ന ആൾക്കാരുടെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനും പ്രമോഷൻ ഉദ്ദേശിക്കുന്നവർ പ്രമോഷൻ കിട്ടും. സ്ഥലം മാർക്കുന്നവർക്ക് സ്ഥലം കിട്ടും. അതുപോലെ തന്നെ വാർഷിക സഹജമായ ദുരിതങ്ങൾ അനുഭവിക്കുന്ന പൂയം നക്ഷത്രക്കാർ കറുത്ത ചരട്, അതായത് മഹാദേവ ക്ഷേത്രത്തിൽ പോയി അഹോര മന്ത്രം ജപിച്ച ചരട് വലത് കൈ കിട്ടുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അഹോര മന്ത്രം ജപിച്ച ചരട് വലത് കൈ കിട്ടുക. ഏകദേശം ഒരു 55 വയസ്സിന് ശേഷമുള്ള പൂയം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ പോയി അഹോര മന്ത്രം ജപിച്ച ചരട് വലത് കൈ കിട്ടുക. ഒരു ചരടിൻ്റെ കാലാവധി 21 ദിവസം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പൂയം നക്ഷത്രക്കാർ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനൊന്നുമില്ല. പക്ഷേ നമ്മൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പൂയം നക്ഷത്രം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം ഞാൻ വീണ്ടും എടുത്തു പറയാം. പണസംബന്ധമായ കാര്യങ്ങൾ ആർക്കും 2026 സഹായങ്ങൾ ചെയ്യരുത്. ജാമ്യം നിൽക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നടക്കാനിടയുള്ള ഒരു വർഷമാണ്. സാമ്പത്തിക ലാഭമുണ്ട്. അതായത് ഏത് ബിസിനസ് തുടങ്ങിയാലും നഷ്ടമില്ലാതെ സാമ്പത്തിക ലാഭമായിട്ട് പൂയം നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ അമിതമായ വിശ്വാസം ആരിലും അർപ്പിക്കരുത്. വളരെ ശ്രദ്ധിച്ച് പൈസ സംബന്ധമായ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം. വീട് പണിയൊക്കെ നടക്കും. എല്ലാ മംഗളകരമായ പൂയം നക്ഷത്രക്കാർക്കും. പക്ഷേ പൂയം നക്ഷത്രക്കാർക്ക് ശത്രുദോഷങ്ങളും അതുപോലെ തന്നെ ആഭിചാര ദോഷങ്ങളും 2026 ഉണ്ടാകില്ല. എല്ലാവിധ മംഗളങ്ങളും ഉള്ള ഒരു വർഷമായിരിക്കും 2020. തടസ്സങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമിക്ക് വയസ്സനുസരിച്ച് ഒരു വർഷക്കാലം നാരങ്ങമാല ഇടുക. 21 വയസ്സുണ്ടെങ്കിൽ 21 നാരങ്ങമാല കോർത്തിടാം. അതുപോലെ ഒരു വർഷക്കാലം പൂയത്തിൻ്റെ അന്ന് നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ അർച്ചന ചെയ്യുക. അച്ചം വഴിയുള്ള സർപ്പം ഇരിക്കുന്നിടത്ത്, അച്ചം വഴി അമ്മ വഴി സർപ്പം ഇരിക്കുന്നിടത്ത് രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തേണ്ട വളരെ അത്യാവശ്യമാണ്. ആയില്യം തോറും സർപ്പങ്ങൾക്ക് ദർശനം നടത്തുക, 100 പാലം നടത്തുക, തളിച്ചു വളർത്തുക. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിൽ അറിയാനുണ്ടെങ്കിൽ പൂയം നക്ഷത്രക്കാർ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ തന്നെ കവടി വെച്ച് പറയുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം.